ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. കുറച്ച് ദിവസങ്ങളായിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാലും ഇൻസ്റ്റാഗ്രാം ആയി കഴിഞ്ഞാലും ഇനി നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും കാണുന്ന ഒരേ ഒരു കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് വാട്സപ്പിൽ പുതിയ സ്റ്റാറ്റസ് കാർട്ടൂൺ ഇമേജ് നിർമ്മിക്കുന്നത്. അതിനായിട്ട് നമുക്ക് 2 ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ കാര്യങ്ങളൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്. മറ്റൊരു ആപ്ലിക്കേഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, വലതുവശത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ കാണാൻ സാധിക്കും. അത്തരത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അതിനായിട്ടുള്ളൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പരസ്യങ്ങളും വാട്ടർമാർക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോ വേർഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻഡ്രോയിഡും ഐഫോണിൻ്റെയും ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഏതായാലും നമുക്ക് എങ്ങനെയാണ് ഈ വീഡിയോ നിർമ്മിക്കുന്നത്, എഡിറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോവാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കാണ്ട് ആ ഒരു ഭാഗം ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരും. അതൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് വിടുക. ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. മുകളിലായിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏതായാലും താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിർമ്മിക്കാൻ പോകുന്ന ഈ ഒരു വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. ഹോട്ട് സ്കെച്ച് പോർട്രേറ്റ് എന്നുള്ള ഈ ഒരു വീഡിയോ ആണ്. അതിനായിട്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്തു. ശേഷം നമുക്ക് ഗാലറിയുടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ അലോ ബട്ടൺ അമർത്തുക. അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇതിനകത്തേക്ക് വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ചെറിയൊരു സോങ്ങൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ സോങ്ങൊന്നും പ്ലേ ചെയ്യുന്നില്ല, കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഇതുപോലുള്ളൊരു സ്കെച്ച് നിർമ്മിക്കാൻ സാധിക്കുന്നത്, അതിനായിട്ട് ഇവിടെ കാണുന്ന സ്റ്റാർട്ട് മേക്കിംഗ് എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഭാഗം 100% ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം 100% അത് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആയിട്ട് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും, റിപ്ലേസ് ഫോട്ടോ. അതിന് നേരെ ഒരു പ്ലസ് ഐക്കണും കാണാൻ സാധിക്കും. ഈ ഒരു പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. മുകളിലായിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ആൽബം അതുപോലെ തന്നെ ലൈബ്രറി. അതിനു മുമ്പേ താഴെയായിട്ട് നമുക്കൊരു പോപ്പപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. ആ ഒരു ഭാഗം ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്തേക്കുക. ഇപ്പോൾ നമ്മുടെ ഗാലറിയാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ ലൈബ്രറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇല്ലാത്ത ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള കുറേ ഫോട്ടോസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതായാലും ഓൾ ഐറ്റംസ് എന്നുള്ള നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മുടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസിന് നേരെയായിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ ക്രോപ്പ് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് നിങ്ങൾ ക്രോപ്പ് ചെയ്യരുത്. നമ്മുടെ ഫേസ് ഫോക്കസ് ചെയ്തിട്ട് മാത്രം നമ്മൾ ഈ ഒരു ഭാഗം ക്രോപ്പ് ചെയ്തിട്ട് താഴെ കാണുന്ന ഈ ഒരു ശരി ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അല്പനേരം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മ്യൂസിക്കും ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടാകും. ഇനി നമുക്കിതിൻ്റെ മ്യൂസിക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെയായിട്ട് റിപ്ലേസ് മ്യൂസിക് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള കുറേ മ്യൂസിക്കുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓരോന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് പ്ലേ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ലോക്കൽ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള മ്യൂസിക് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ആവശ്യമുള്ള ഭാഗങ്ങൾ നിങ്ങളതൊന്ന് സെലക്ട് ചെയ്യുക. പിറകിലേക്ക് വരാം. ഇനി ഒരു ഭാഗം നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് താഴെ കാണുന്ന മേക്ക് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിങ് നിങ്ങൾ കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് അതുപോലെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലും ആ ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോ നിർമ്മിക്കുന്നത്. നേരത്തെ നിർമ്മിച്ചതുപോലെ തന്നെ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എല്ലാം തന്നെ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല, വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഓരോന്നായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. ഇനി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മാജിക് വീഡിയോ അതുപോലെ മാജിക് ഫോട്ടോ. മാജിക് വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ നമുക്ക് വീഡിയോ മേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിനായിട്ട് ഈ ഒരു വീഡിയോ നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. താഴെ കാണുന്ന മേക്ക് ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നും നമുക്ക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും.
ഡൗൺലോഡ് ഇവിടെ 100% അത് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ 2 ഓപ്ഷനാണ് നമുക്ക് മുകളിലായിട്ട് ലഭിക്കുക, നമ്മുടെ ഗാലറിയും അതുപോലെ തന്നെ ലൈബ്രറിയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തു നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഫോട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ശേഷം താഴെയായിട്ട് ഒരു പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഒരു പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ടൊരു സോങ് ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് പുതുതായിട്ട് സോങ്ങുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മ്യൂസിക് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്നും നേരത്തെ ചെയ്തതുപോലെ തന്നെ സോങ്ങുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് കാണുന്ന നെക്സ്റ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഏതായാലും വീഡിയോയുടെ ലെങ്ത്ത് ഞാൻ കൂട്ടുന്നില്ല, പിറകിലേക്ക് പോവാം. പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ബാക്ക്ഗ്രൗണ്ടുകളും തീമുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളിതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. വീണ്ടും നമ്മുടെ ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ വലതുവശത്തായിട്ട് മുകളിലായിട്ട് കാണാൻ സാധിക്കും മാജിക് പിക്ചർ. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം താഴെയായിട്ട് നമുക്ക് കാണാം ആഡ് പോർട്രേറ്റ് എന്നുള്ള ഭാഗം. ആ ഒരു ഭാഗം കൂടി ഒന്ന് സെലക്ട് ചെയ്തിട്ട് നേരത്തെ സെലക്ട് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നോ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇവിടെ ഗാലറിയിൽ നിന്നും നേരത്തെ അതേ ഫോട്ടോ തന്നെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഭാഗം ഒന്ന് ക്രോപ്പ് ചെയ്യുക. ശേഷം താഴെയായിട്ട് കാണുന്ന ഈ ഒരു ശരി ഐക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. നമ്മുടെ ഫോട്ടോ ഇപ്പോൾ റെഡി ആയിട്ട് വരുന്നതായിരിക്കും. ആ ഫോട്ടോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ആവശ്യത്തിനനുസരിച്ചിട്ട് ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കുറേ ബാക്ക്ഗ്രൗണ്ട് അവൈലബിൾ ആണ്. ഓരോ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യാം. ഇതും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വീണ്ടും നമ്മുടെ ഇൻ്റർഫേസിലേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറ ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന 1 ക്ലിക്ക് അലോ എന്നുള്ള ഭാഗത്ത് നമ്മളൊരു പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫി ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതായാലും ചെറിയൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. വാട്സപ്പിലൊക്കെ ദിവസവും സ്റ്റാറ്റസ് വെക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടും. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോ വേർഷൻ്റെ APK ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, അതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.